കുഴപ്പമില്ല, നല്ല പടം. സൗബിൻ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഒത്തിരി ട്വിസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല, നല്ല പടമാണ്. രസമുണ്ട്, നന്നായിട്ട് കോമഡി ഉണ്ട്, ഒരു ഫാമിലിക്ക് ഇതാക്കാനുള്ള സസ്പെൻസ് ഉണ്ട്, പിന്നെ രണ്ടാളുടെ അഭിനയം നന്നായിട്ടുണ്ട്. ഡിഫറൻസ് അല്ല, ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് പോകാൻ പറ്റുന്ന മൂവിയാണ്. പടം ഗംഭീര പടമാണ്. സൗബിൻ അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തത്. എല്ലാവരും ബേസിൽ ജോസഫ് ഇതിൽ അടിപൊളി ഹ്യൂമർ ഉണ്ട്. അതെ, കോമഡി ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. ഒരു കോമഡി മൂഡിലാണ് പോകുന്നത് പടം. ത്രില്ലിംഗ് ആണ്. അടിപൊളിയാണ്, ഒന്നും പറയല്ല, ഗംഭീര പടം. ട്വിസ്റ്റ് ഉണ്ട്, അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട്. പെർഫോമൻസ് ഒക്കെ ഒന്നും പറയല്ല, അടിപൊളിയാണ്. എല്ലാരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ബേസിൽ കുഴപ്പമില്ല. നല്ല പടമായിരുന്നു. ചിലതൊക്കെ കോമഡി അടിപൊളി, സൂപ്പർ. എന്താണ് ഈ ഒരു പടത്തിൽ ഇങ്ങനെ എക്സ്പെക്ടേഷൻ ഒരു ജനറാന്നുള്ള ഒരു എന്തെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് പറയുന്നത്? ഞാനിതില് ഒരു പാർട്ടാണ്. സോ എനിക്ക് അറിയായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു മൂവിയാണ് എങ്കിൽ പോലും നമ്മൾ ചെയ്തതിന് ഔട്ട് അത് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ബിയോണ്ട് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന പോലെ. പക്ഷേ ഇപ്പൊ ഇത്രയും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു, കാരണം ഡയറക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ക്ലൈമാക്സിൽ വരെ ഓൾമോസ്റ്റ് കോമഡി ആ ഒരു കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം വർക്ക്ഔട്ട് ആവുന്ന ആ ഒരു സമയത്ത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. അത് ആക്ടേഴ്സിന്റെയും മേക്കേഴ്സിന്റെയും ഡയറക്ടറിന്റെയും എല്ലാവരുടെയും അവരുടെ കഴിവുകൊണ്ടായിരിക്കാം. ഈ ഒരു പടം പ്രേക്ഷകരോട് കണ്ടപ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? ഒരുപാട് സന്തോഷം. സ്ക്രീനിൽ വന്നപ്പോഴത്തേനും ഒരുപാട് ആൾക്കാരുടെ എന്തായാലും കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. പെർഫോമൻസ് സ്ക്രീനിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആരുടെ പെർഫോമൻസ് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നി? എല്ലാവരുടെയും, ഒരാളുടെ എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും ഇഞ്ചോട് നന്നായി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മൂവിയാണ്, എല്ലാവരും പോയി കാണണം. എന്റെ പേര് രേവതി എന്നാണ്. ഞാൻ മുന്നേ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊരു വലിയ ക്യാരക്ടർ ചെയ്യുന്നത്. സന്തോഷം, എന്തായാലും ഭയങ്കര സന്തോഷമായി. കാരണം കുറെ കാലത്തിന് ശേഷം ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് വർഷങ്ങളായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണല്ലോ സിനിമയിൽ വരിക എന്നുള്ളതൊക്കെ. നല്ല ക്യാരക്ടർ ചെയ്യാന്ന് ഭാഗ്യം കൊണ്ട് അത് ചെയ്തു. എല്ലാവരുമായിട്ടും കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാവരും ഒരേപോലെ നമുക്കിപ്പോ വർക്ക് ചെയ്യാൻ ഒരു ടെൻഷനോ കാര്യങ്ങളോ ആ ക്രൂവിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല ഡയറക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളാണെങ്കിലും പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ലീഡ് റോൾ ആയിട്ടൊന്നുമില്ല, ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു ക്യാരക്ടർ, അത്രയേ ഉള്ളൂ. ഭയങ്കരമായിട്ടുള്ളതൊന്നുമില്ല. പക്ഷെ അത് രസമായിരുന്നു ചെയ്യാനും, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. സിനിമയിൽ ഇതിനു മുമ്പ് ചെറിയൊരു വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഒരു അന്വേഷണ പുരുഷന്റെ പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭാഗ്യമാണ്. ശ്രീരാജാണ് വിളിച്ചത്, നിതിൻ അങ്ങനെയാണ് വിളിച്ചു വന്നത്. ചെറുതാണെങ്കിലും നല്ലൊരു വേഷം ചെയ്യാൻ പറ്റി, ഒത്തിരി സന്തോഷം. അതിൻ്റെ ഭാഗമാകാൻ പറ്റി. പിന്നെ അഭിനയം ചക്രവർത്തിമാരുടെ കൂടെയുള്ള അഭിനയിച്ചത്, ബേസിലെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഭാഗ്യമാണ്. ഫാമിലി ആയിട്ട് നിന്ന് തന്നെ പോലീസ് സ്റ്റേഷൻ പരിപാടിയൊക്കെ നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റി. സൗബിക്കയുടെ വ്യത്യസ്തമായിട്ട് ഇതുവരെ ചെയ്യാത്ത രീതിയിൽ സൗബിക്ക ഭയങ്കര രസമായിട്ടുള്ള അഭിനയമാണ്. പിന്നെ എല്ലാവരും ഇൻവെസ്റ്റിഗേഷൻ ആണോ, സസ്പെൻസ് ആണോ, ത്രില്ലറാണോ? എൻ്റെ ഫാമിലി സുഹൃത്തുക്കളൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊന്നുമല്ല, വേറെ സംഭവമാണ്. എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് കാണണം. പ്രണയവും സൗഹൃദവും ബന്ധങ്ങളും സസ്പെൻസും ഒരു പോലീസ് ക്യാരക്ടറുടെ ബേസിൽ വരുന്നത് ഭയങ്കര വ്യത്യസ്തമായ വേഷങ്ങളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമയാണ്. എല്ലാവരും വന്ന് കാണാം. ഈ ഒരു പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭാഗ്യമായിക്കാണ്. അതെ, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സീൻസാണ്. അവരോട് സപ്പോർട്ട് ചെയ്ത. താങ്ക് യു.